അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ പറമ്പിലത്തെ വെണ്ടത്തൈകളൊക്കെ വളർന്ന് വലുതായി സെറ്റായതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് നിറച്ചെന്ന് പറഞ്ഞ പോലെ വെണ്ടയ്ക്കൊക്കെ പിടിച്ച് സെറ്റായിട്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് അതിന് വളം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരെ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടത്തൈകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുവാണേ. ഇവന്മാരെ നിങ്ങൾ കുറേ ഷോർട്സിൽ കൂടെയും ചെറിയ വീഡിയോസിൽ കൂടെയൊക്കെ കണ്ടിട്ട് കാണുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇവന്മാർക്ക് ഒരു 3 ട്രിപ്പ് വളം ചെയ്തായിരുന്നേ. അപ്പോൾ ഇന്ന് അടുത്ത ട്രിപ്പ് ചെയ്യേണ്ട ദിവസമായിട്ടുണ്ട്. അപ്പോൾ ആ വളം ഒഴിക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാൻ കരുതി. അപ്പോൾ നമ്മുടെ എല്ലാ വെണ്ടത്തൈയിലും വെണ്ടയ്ക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ, കാരണം ഞാൻ മൊത്തം വെണ്ടയ്ക്കയും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് എൻ്റെ ഹോബികളിൽ ഒരെണ്ണമാണ് കേട്ടോ. കൃഷിയും മീൻ വളർത്തലും അതുപോലെ പടം വര, ഇതൊക്കെയാണ് എൻ്റെ ഹോബികളെ. അപ്പോൾ നിങ്ങളുടെ ഹോബികൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാമല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ മഴ കിട്ടുന്നുണ്ടേ. അപ്പോൾ ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളവും കിട്ടും, എല്ലാം നല്ല ആക്റ്റീവുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇത്തരം വെണ്ടയ്ക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ മൊത്തം കാണിച്ചതെന്ന് പറയുമ്പം പകുതി പേരെങ്കിലും ഞാൻ ചുമ്മാ പറയുന്നതെന്ന് കരുതുമല്ലോ, അതുകൊണ്ടാണ് ഫുള്ള് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ചുകൂട്ടം വാട്ടർ ടാങ്ക് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നേ. പുതിയൊരു ഫിൽറ്ററും ഫിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളത്തിന് ചെറിയൊരു ചെളിയുടെ ഒരു അംശം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെണ്ടത്തൈകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിനെ വളം ചെയ്യുന്നതെന്ന് കണ്ടാലോ. ഈ കാണുന്നത് പച്ചച്ചാണകമാണ് കേട്ടോ. പച്ചച്ചാണകത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണിതേ. നമ്മൾ വളരെ കുറച്ചളവ് ചാണകവും അതുപോലെ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെറിയ വെണ്ടത്തൈകൾക്കാണ് നമ്മൾ വളം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഫസ്റ്റായിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അടുത്തതായിട്ട് വെണ്ടയ്ക്ക ഉണ്ടായിട്ടുള്ള ചെടികൾക്കാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴോ ഒക്കെ ഇതുപോലെ ചാണകം കലക്കി ഒഴിച്ചാൽ ഇതിൻ്റെ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത വെള്ളം തീർന്നേ. അപ്പോൾ വീണ്ടും മിക്സ് ചെയ്യുവാണ് കേട്ടോ. കുറച്ച് ചാണകവും അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വെണ്ടച്ചെടികൾക്കും വളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ 3ാമത്തെ ദിവസത്തെ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിപ്പുവിനെ പറമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോൾ കൂട്ടിക്കയറ്റി വിട്ടേ ഉള്ളൂ കേട്ടോ. പുള്ളി നല്ല രീതിയിൽ തുള്ളിക്കളിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഒരു പുഞ്ചിരിയൊക്കെ കാണിച്ചുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വളം ഒഴിച്ച് കഴിഞ്ഞ് 3ാം ദിവസം രാവിലത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പം രാത്രിയിലൊക്കെ നല്ല മഴ പെയ്തുകൊണ്ട് ചെടിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളവും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇലയൊക്കെ നനഞ്ഞു വയ്ക്കുന്ന കാണാമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വെണ്ടയ്ക്ക ഫുള്ള് പറിക്കുവാണ് കേട്ടോ. മൂപ്പൊക്കെ എന്തോരമായി നോക്കിയിട്ട് ഹാർവെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വെച്ച് നോക്കുമ്പം അതിൻ്റെ സൈസിൻ്റെ വ്യത്യാസം മനസ്സിലാകും കേട്ടോ. അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ചിലതിനൊക്കെ എൻ്റെ കൈപ്പത്തി കഴിഞ്ഞും വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് രാവിലെ കോളേജിൽ പോകേണ്ടതുകൊണ്ട് അച്ചുക്കുട്ടനാണ് കേട്ടോ ഫുള്ള് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത്. യൂണിഫോം ഇട്ടുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് കറ പറ്റും നമ്മുടെ വെണ്ടയ്ക്ക് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള വളമൊക്കെയാണ് പച്ചക്കറിക്ക് കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജൈവവളം ഉപയോഗിച്ചിട്ടാണോ രാസവളം ഉപയോഗിച്ചിട്ടാണോ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയേക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. രാസവളം മിക്കവരും ഉപയോഗിക്കാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യത്തിലേറെ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂട് നിറയാറായിട്ടുണ്ടേ കണ്ടോ. അപ്പോൾ നമ്മൾ പാകം എത്താത്ത വെണ്ടയ്ക്ക ഇപ്പോൾ പറിക്കുന്നില്ല കേട്ടോ. അത് അടുത്ത ദിവസത്തേക്ക് വെച്ചേക്കുവാണേ.
അതുപോലെ നമുക്ക് മൊത്തത്തിൽ ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തൈ നട്ടതെല്ലാം ഒരേ സമയത്ത് തന്നെയാണ്. അതുപോലെ ഇത് പൂവിട്ടതും ഒരേ സമയത്ത് തന്നെയാണ്, ഒന്നിച്ചാണ് പൂവിട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് കാണാമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് കൂടെ ചെയ്യുക കേട്ടോ, എന്തൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നും അതുപോലെ ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ.